യെസ്, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി തന്നെയാണ് ഈ മണിക്കൂറിലെ പ്രധാന ചർച്ചാ വിഷയമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിയിലേക്ക് നയിച്ചത് ഒരുപക്ഷെ റിനി ജോർജിന്റെ വെളിപ്പെടുത്തലും പരാതിയും തന്നെയായിരിക്കും. എന്താണ് റിനി ജോർജ് ഈ രാജിക്ക് പിന്നാലെ നടത്തിയ പ്രതികരണമെന്ന് നോക്കാം. ഇനിയെങ്കിലും ആ സുഹൃത്ത് നവീകരിക്കപ്പെടണമെന്നാണ് പരാതി ഉന്നയിച്ച റിനി ആൻഡ് ജോർജ് പ്രതികരിച്ചത്. എൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല. ഞാൻ പറഞ്ഞ കോസ് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ സമൂഹം അത് ഏറ്റെടുക്കുകയും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യണം. ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ആദ്യം മുന്നോട്ട് വന്നപ്പോൾ എന്നെക്കുറിച്ച് ചില പേരുകൾ വരെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു രീതി ഉണ്ടായി. അപ്പോൾ പിന്നീട് മനസ്സിലായി പലരും പരാതികളുമായി വരുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല, തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ്. രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് മാത്രമാണ് എൻ്റെ വിഷയം, വ്യക്തിപരമായിട്ടല്ല അതിൻ്റെ വിഷയം. സത്യം പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവുമുണ്ട്. അതിനകത്ത് എനിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും ഇല്ല. ആ പ്രസ്ഥാനമാണ് അത് തീരുമാനിക്കേണ്ടത്. അവർ ധാർമ്മികത മുൻനിർത്തി അവരെന്താണോ ചെയ്തത് അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അല്ലാതെ കൂടുതൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ ഒരു ആഗ്രഹങ്ങളില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ പറയുന്ന വ്യക്തി ഇനിയെങ്കിലും നവീകരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ഒരു സുഹൃത്ത്, നല്ല സുഹൃത്തായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല. ഒരു രാഷ്ട്രീയ നേതാവ് സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വിഷയം മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിയിൽ വ്യക്തിപരമായി സന്തോഷമില്ല എന്നാണ് പരാതി ഉന്നയിച്ച യുവനടി റിനി ആൻഡ് ജോർജിന്റെ പ്രതികരണം. ഇനിയെങ്കിലും ആ സുഹൃത്ത് സ്വയം നവീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നുമാണ് റിനിയുടെ വാക്കുകൾ. എന്താണ് വിവരങ്ങളെന്ന് നിധിൻ സേവർ നൽകും. നിധിൻ, ഈ രാജിക്ക് പിന്നാലെയും പേര് പറയാതെ തന്നെയുള്ള ഒരു പ്രതികരണമല്ലേ റിനി ആൻഡ് ജോർജ് നടത്തിയിട്ടുള്ളത്? തീർച്ചയായും ദിവ്യ, ആരുടെയും പേര് പറയാൻ ഇപ്പോഴും റിനി തയ്യാറല്ല. ഈ രാഹുൽ മാങ്കൂട്ടം നടത്തിയ ട്വീറ്റുമായി ബന്ധപ്പെട്ട് രാഹുൽ ഇപ്പോൾ പറഞ്ഞത് ഈ തന്റെ അടുത്ത സുഹൃത്താണ് ആരോട് വ്യക്തിയെന്നും ഇപ്പോഴും തന്റെ നല്ല സുഹൃത്താണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഈ അത്തരം ഒരു തരത്തിലും ആരുടെയും പേര് പറയാൻ താൻ തയ്യാറല്ല എന്നാണ് റിനി പറയുന്നത്. രാജ്യത്തെത്തിയൊന്നും താനൊന്നും പ്രതികരിക്കുന്നില്ല. ഇല്ലെങ്കിലും ആ സുഹൃത്ത് സ്വയം നവീകരിക്കപ്പെടണം. ഇതൊരു നവീകരിക്കാൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന സമയമാണ്. ഇനിയെങ്കിലും അതുകൊണ്ട് തന്നെ സ്വയം നവീകരിക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്നാണ് പറയുന്നത്. മാത്രമല്ല, താൻ ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം വോയിസ് ക്ലിപ്പുകളടക്കം മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്ന മറ്റു പല ആരോപണങ്ങളുമുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ തന്നെ വളരെയധികം ഗുരുതരമാണ് എന്നാണ് പറയുന്നത്. ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എതിരായിട്ടുള്ള ഇത്തരം ആരോപണങ്ങളെല്ലാം തന്നെ അന്വേഷിക്കപ്പെടണമെന്ന് പറയുന്നു. ഒപ്പം ഈ ആരോപണം ഉന്നയിച്ചവർക്ക് ആരോപണം തുറന്നു പറയാനുള്ള ഭയമുണ്ടാകും. പ്രതിപക്ഷ നേതാവിനോട് പരാതി പറഞ്ഞു എന്ന കാര്യത്തിൽ വ്യക്തമായി പ്രതികരിക്കാൻ തയ്യാറല്ല. പ്രതിപക്ഷ നേതാവിനോട് നേരിട്ട് ഈ സംഭവത്തെ പറ്റി പരാതി പറഞ്ഞിരുന്നുവെന്ന് മറുപടി പറയുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും റിനി പറഞ്ഞിരുന്നത്. ഏതായാലും കേസ് എന്ന ഭാവമാണ് ഇപ്പോഴും പലർക്കുമെന്നും ആരോപണം ഇതിൽ ഇനിയും രാഷ്ട്രീയമായ സംരക്ഷണം കിട്ടുമോ എന്ന ആശങ്ക തനിക്കില്ല എന്നും റിനി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നിൽക്കുന്നത് തനിക്കെതിരെ ഒരു പരാതിയെങ്കിലും ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലുണ്ടോ, ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ പോലീസിൽ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അക്കാര്യത്തിൽ റിനിയുടെ മറുപടി എന്താണ്? ഒരു നിയമ നടപടിയിലേക്ക് താനില്ല എന്ന് തന്നെയാണോ? നിയമ നടപടിയിലേക്ക് തൽക്കാലം പോകുന്നില്ല എന്ന് തന്നെയാണ് റിനി ഇപ്പോഴും പറയുന്നത്. രാവിലെ തന്നെ ചോദിച്ചപ്പോൾ നിയമ നടപടിയിലേക്ക് താൻ പോകുന്നില്ല. പാർട്ടിയിൽ തന്നെ നടപടി എടുക്കും, അല്ലെങ്കിൽ പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുത്തില്ലെങ്കിൽ പിന്നീട് നിയമപരമായ നടപടികളിലേക്ക് പോകുന്നതുമായിട്ട് ആലോചിക്കാമെന്നായിരുന്നു പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ നിയമ നടപടിയിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ആരോപണം ഇതിന് ഇനിയും രാഷ്ട്രീയ സംരക്ഷണം കിട്ടുമോ എന്ന ആശങ്ക തനിക്കില്ല എന്ന് റിനി കൃത്യമായി പറയുന്നുണ്ട്. MLA സ്ഥാനം രാജിവെക്കണമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്. താൻ ഉന്നയിച്ച പ്രശ്നം എന്താണെന്ന് പാർട്ടി നേതൃത്വത്തിന് ഇപ്പോൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എന്ന് റിനി പറയുന്നുണ്ട്. മറ്റൊരു കാര്യം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരുന്നത് ആരോപണം ഉന്നയിച്ച വ്യക്തി ഇതിന്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഇപ്പോഴും അടുത്ത ബന്ധമുണ്ടെന്നാണ്. പക്ഷേ റിനി പറയുന്നത് കുറച്ചുനാൾ മുൻപ് ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും താൻ ബ്ലോക്ക് ചെയ്തിരുന്നുവെന്നും റിനി പറയുന്നുണ്ട്. ദിവ്യ, യെസ് നിതിൻ, ഇതിൽ ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള രാഹുലിന്റേതായ ചില ശബ്ദ സന്ദേശങ്ങൾ
അതും വലിയ വിവാദമായിട്ടുണ്ട്. അപ്പോൾ അത്തരം തെളിവുകളൊക്കെ പക്ഷേ രാഹുൽ തള്ളുകയും ചെയ്തിട്ടുണ്ട്. അതായത് കെട്ടിച്ചമച്ചതാണ് എന്ന രീതിയിൽ. ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അത്രയധികം എടുത്തു പറയുന്നത് അതൊക്കെ ഉണ്ടാക്കാവുന്നതല്ലേ എന്ന തരത്തിലൊക്കെയാണ് രാഹുലിന്റെ മറുപടി. അതിനോട് എന്താണ് റിനി ജോർജ് പറയുന്നത്? രാവിലെ മുതലുള്ള ഈ ആരോപണങ്ങൾ, മാധ്യമങ്ങളിലും മറ്റും വരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പുകളൊക്കെ താൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ വളരെ ഗുരുതരമാണെന്നാണ് റിനി പറയുന്നത്. അതായത് ഈ ആരോപണങ്ങൾ തന്നെ വളരെ ഗുരുതരമാണ്. ഈ ആരോപണങ്ങളെല്ലാം തന്നെ വ്യക്തമായ ആരോപണങ്ങൾ അന്വേഷണം. അതായത് രാവിലെ വന്ന വോയിസ് ക്ലിപ്പുകളിൽ, പുറത്തു വന്ന വോയിസ് ക്ലിപ്പുകളൊക്കെ ഉള്ളത് വളരെ ഗുരുതരമായ ആരോപണമാണ്. അപ്പോൾ അതൊക്കെ തന്നെ കൃത്യമായി അന്വേഷിക്കപ്പെടണം എന്നാണ് റിനി പറയുന്നത്. ഇവർക്ക് വേണ്ട ഈ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ തന്നെ വിളിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നിരവധി സ്ത്രീകൾ വിളിച്ച് ഇത്തരത്തിൽ സമാനമായ അനുഭവം ഇതേ നേതാവിൽ നിന്നും ഉണ്ടായതായി എന്ന് വ്യക്തമാക്കിയിരുന്നു, അല്ലെങ്കിൽ തന്നെ വിളിച്ച് പിന്തുണ അറിയിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കൊക്കെ തന്നെ എല്ലാ തരത്തിലുള്ള പിന്തുണയും അവർക്ക് നൽകുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു ഭയം ഇപ്പോഴും ഉണ്ട് എന്ന് റിനി പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അവരൊക്കെ മുന്നോട്ട് വരാൻ തയ്യാറായാൽ അവർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും കൊടുക്കാൻ താൻ തയ്യാറാണെന്നും റിനി പറയുന്നുണ്ട്. ദിവ്യ, ശരി. ഇന്ന് തന്നെയാണ് വിവരങ്ങൾ നൽകിയത്. സജു തോമസ് കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. സജു, നമുക്കറിയാം ഹൈക്കമാൻഡിന്റെ കൃത്യമായ ഇടപെടലാണ് ഇപ്പോൾ ഈ നടപടിയിലേക്ക്, രാജിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പരാതി ലഭിക്കുന്നു, അത് കൃത്യമായി പരിശോധിക്കുന്നു. തുടർന്ന് രാജി വേണമെന്ന നിർദ്ദേശം KPCCക്ക് നൽകുകയാണ് ചെയ്തത്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ രാജിയിൽ ഹൈക്കമാൻഡ് തൃപ്തരാണോ, അതോ ഇനിയൊരു കൂടുതൽ നടപടിയിലേക്ക് കടക്കാനിടയുണ്ടോ?